നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. എന്റെ സ്വന്തം നാടായ ആലക്കോട് നിന്നുള്ള ഇന്നത്തെ ആദ്യ വീഡിയോയുമായി വരികയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ബോച്ചയുടെ ജ്വല്ലറി എന്റെ സ്വന്തം ആലക്കോട് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. ബോച്ച ഇപ്പൊ എത്താൻ വേണ്ടി പോകുന്നത് ഹരിദോസ് കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് ആൾക്കാർ തിരുവനന്തപുരത്തൊക്കെ രാവിലെ മെസ്സേജ് അയച്ചു, ശ്രീനി നിങ്ങളുടെ നാട് ആലക്കോടല്ലേ, അവിടെ ബോച്ച വരുന്നുണ്ട്. ഉണ്ട്, നമുക്ക് ബോച്ചയുടെയും ഹരിദോസിന്റെ ഒക്കെ വിശേഷങ്ങൾ അറിയാം. അതുപോലെ തന്നെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി ഞങ്ങളുടെ സ്വന്തം ആലക്കോട് വരികയാണ്. അടിപൊളി, എല്ലാം നിൽക്കുകയാണ്. നമുക്ക് കാണാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. പുറത്ത് വലിയ ജനക്കൂടാട്ടോ. ട്രാഫിക് ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പം വരും കേട്ടോ. വെയിറ്റ് നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഫസ്റ്റ് പർച്ചേസ് ചെയ്ത ആളുകളൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ബോച്ചയുടെ വിശേഷങ്ങൾ അറിയാം. തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് കൈനിറയെ സമ്മാനങ്ങളാണ്. അപ്പൊ ഈ സമ്മാനങ്ങളും അതോടൊപ്പം നമ്മുടെ ഹണി റോസും ബോച്ചയ്ക്കും ഒക്കെ ആയിട്ട് ഇനി കുറച്ച് സമയം കൂടെ നമ്മൾ കാത്തിരിക്കേണ്ടതുള്ളൂ. ഇത്രയും നേരം കാത്തിരിക്കാൻ കാണിച്ച മനസ്സിനും ക്ഷമയ്ക്കും എല്ലാം ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയും കൂടെ ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് കുറച്ച് സമയം കൂടെ ഇത്തിരി സമയം കൂടെ നിങ്ങൾ കാത്തിരിക്കുക. ആൻഡ് പുറകിൽ നിൽക്കുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്കണം. റോഡ് സൈഡിൽ നിൽക്കുന്നവരും ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ്. നമ്മുടെ ഒന്ന് വേണം പറഞ്ഞ പോലെ തന്നെ ഈ ബ്ലോക്കിന്റെ പ്രശ്നം കൊണ്ടാണ് ഒന്ന് ഡിലേ ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് ആ വണ്ടി കടന്നു പോകാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ബോക്സിന്റെ അടിയിൽ നിൽക്കുന്ന ചേച്ചിമാര് ആ വണ്ടി പോകുമ്പോഴേ നിങ്ങളുടെ കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അത്രയും അടുത്തുകൂടെയാണ് പോകുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ വണ്ടി കടന്നു പോകാനുള്ള സൗകര്യം ചെയ്യുക. അതുപോലെ ഇവിടെ ബോക്സിന്റെ അടിയിൽ നിൽക്കുന്ന ചേച്ചിമാർ ആ ബോക്സ് തട്ടി താഴെ വീഴരുത്, അപകടം. അതുപോലെ തന്നെ പുറകിൽ നിൽക്കുന്ന ചേട്ടന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുക. ഇനി അവര് വരുമ്പോൾ ബാക്കിൽ നിന്ന് ആരും അവരെ എങ്ങോട്ടും തള്ളിയിടരുത്. ഓക്കെ, എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു പ്രവൃത്തി ഇവിടെ ചെയ്യുമ്പോൾ ഒരു അപകടം വരാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ആലക്കോടിന്റെ സ്നേഹം ഞങ്ങൾ അറിയുന്നു. ഇത്രയും ഞങ്ങള് ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഒരു ഉദ്ഘാടനം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു നാടിന്റെ ആഘോഷമാക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. പക്ഷേ ഇപ്പോ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ വയനാട്ടിലെ ദുരന്തത്തിൽ അകപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മളിവിടെ ആഘോഷിക്കുക എന്നത് ഉചിതമല്ലെന്ന് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അതിന് പകരം കൂടിയായിട്ട് അശരണരായിട്ടുള്ള കുറച്ച് പേരെ കണ്ടെത്തിയിട്ട് അവർക്ക് ഇവിടെ ഒരു ധനസഹായമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും സ്നേഹം ഞങ്ങളോട് തന്നിട്ടുള്ള മുഴുവൻ ആലക്കോട് നിവാസികൾക്കും ഒരുപാട് 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 സ്നേഹം ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചതിന് ഒരുപാട് നന്ദി. ഇതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ആ വണ്ടി പോകാനുള്ള സൗകര്യം ചേട്ടന്മാർ ആ നിങ്ങളെ കാലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. അതേപോലെ പോലീസ് അധികാരികളും സെക്യൂരിറ്റീസും പറയുന്നത് ഒന്ന് അനുസരിക്കുക. ഓക്കെ, ഇത് നമ്മുടെ സ്ഥാപനമാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാവണമെന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ അപകടം വരാതെ സൂക്ഷിക്കുക. ഞങ്ങളോടൊപ്പം എന്നും ഇതുപോലെ സ്നേഹത്തോടെ നിലനിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പോലെ തന്നെ ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ ഈ ജനപ്രതിനിധികൾ ഇവിടെ എത്തിയാണ് നിങ്ങളുടെ പ്രതിനിധികളായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവര് എന്താ പറയാ, വളരെ നേരത്തെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി. അതിൽ തന്നെ ഒരു വലിയ നന്ദി എല്ലാവർക്കും അറിയിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബോച്ചയും ഹണി റോസും ഇവിടെ എത്തിച്ചേരുകയാണ്. അവർ കടന്നു വരുമ്പോൾ അവർക്ക് കടന്നു വരാനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, വണ്ടികൾ കടന്നു പോകുമ്പോൾ എല്ലാവരും പുറകിലോട്ട് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പുറകിലേക്ക് മറിയില്ല. നിങ്ങളുടെ കാല്, നിങ്ങളുടെ ശരീരം എല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒരു വലിയ അപകടത്തിലേക്ക് കടന്നു പോകരുത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തിരക്കാണ് പുറത്ത്. അപ്പോൾ ബോച്ച വരാൻ കുറച്ച് ലേറ്റ് ആകുന്ന വാഹനങ്ങൾ കടന്നു വരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. എന്തായാലും അതുവരെ നമുക്ക് ഇതിൻ്റെ ദൃശ്യങ്ങളാണ്, ഇതിൻ്റെ ഉള്ളിലുള്ള ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ ആലക്കോട് ഷോറൂമിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അകത്തെ ദൃശ്യങ്ങളാണ്. കുറച്ച് കഴിഞ്ഞാലും പിന്നെ ഇങ്ങോട്ടേക്ക് കയറാൻ കഴിയില്ല, അത്രയ്ക്ക് ആളുണ്ട് പുറത്ത്.
അപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണാം. അപ്പോഴേക്കും ബോച്ച എത്തും. ഇവിടെ ട്രാഫിക് ബ്ലോക്കാണ്, അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. 10:30 പിന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കേണ്ടതാണ്. പക്ഷേ അത്രയ്ക്ക് ആളുകൾ ഇവിടെ എത്തി. അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും ആളുകൾ ഈ മലയോര മേഖലയിൽ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുള്ളത്. നമുക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ ആലക്കോട് ഷോറൂമിന്റെ അകത്ത് നിന്നുള്ള മനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല റോസ് ഷർട്ടൊക്കെ ഇട്ട് നല്ല അടിപൊളി സ്റ്റാഫുകളൊക്കെ ഇവിടെ കിട്ടാൻ കാണുന്നുണ്ട്. നമുക്ക് കാണാം പലയിടങ്ങളിൽ നിന്നും വന്ന ആളുകളാണ്. കാസർഗോഡുകാരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ ആലക്കോട് ഷോറൂമിന്റെ അകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ. ഇവിടെ ഒരുപാട് കൗണ്ടറുകളൊക്കെ ഉണ്ട്. സാധാരണ ജ്വല്ലറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തരത്തിലുള്ള കൗണ്ടറുകളൊക്കെ നമ്മുടെ ഇവിടെ സെറ്റ് ചെയ്ത് കാണാം. ഇവിടെ തന്നെയാണ് അവരുടെ ഓഫീസൊക്കെ തോന്നുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൗണ്ടറൊക്കെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയും. ബോച്ച എത്താൻ ഇപ്പം വൈകുന്നത് അവിടെ ട്രാഫിക് ഉള്ളത് കൊണ്ടാണ്. വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പല ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളും, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഈ ആലക്കോടിൻ്റെ പരസ്യം പറഞ്ഞിട്ടുണ്ട്. മനോരമയുടെ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പല മേഖലകളിൽ നിന്നുള്ള ആളുകൾ പലയിടത്തും നിന്നും നമുക്കിവിടെ എത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഒക്കെ ഇവിടുത്തെ ഒരുപാട് ആളുകൾ പല ഷോറൂമുകളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആളുകളാണ്. ഞാനിവരെ പരിചയപ്പെടുത്തുന്നത്. മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എന്ന് പറയുന്നത് ബോച്ച ഇത്തവണ മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന വീടിന് ഒരു സഹായം കൊടുക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി വന്ന മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തകരാണ്. അതുപോലെ തന്നെ ഒരുപാട് പാവപ്പെട്ട ആളുകൾ പുറത്തു വന്നിരിപ്പുണ്ട്. അവരെ വിശിഷ്ട അതിഥികളായിട്ടാണ് ബോച്ച സ്വീകരിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് പുറത്ത് കാണാം. എന്തായാലും ഇനി പുറത്തുള്ള ദൃശ്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ വ്യാപാരി വ്യവസായിയുടെ ഈ പിന്നെ വനിതാ വിങ്ങിൻ്റെയൊക്കെ പ്രവർത്തകരാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇവിടെ നിൽക്കുന്നത് കാണാം. നമുക്ക് ഇനി പുറത്തുള്ള ദൃശ്യങ്ങളിലേക്ക് I see them shine from miles away. ചേട്ടന്മാരെ ഒന്ന് ശ്രദ്ധിക്കുക. ആ ബസ് കടന്നു പോകാന് നിങ്ങളൊന്ന് സൗകര്യം ചെയ്യണം. പുറകിൽ വരുന്ന വാഹനങ്ങളൊക്കെ ഒന്ന് കടന്നു പോകാൻ അപകടം ഉണ്ടാവാതെ നമുക്ക് ഈ ഒരു ഓപ്പണിംഗ് നിങ്ങളുമായിട്ട് ഭംഗിയായിട്ട് അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഹണി റോസ് വന്നിട്ട് നിങ്ങൾ എല്ലാവരും വിഷ് ചെയ്തിട്ട് പോകും. ഒരു പേടി പേടിക്കണ്ട. ഓക്കെ, വിഷ് ചെയ്യാതെ ഞങ്ങൾ വിടില്ല അല്ലേ? വിടില്ല. എല്ലാവരും വിഷ് ചെയ്തിട്ട് ഞങ്ങൾ വിടുന്നുള്ളൂ. ഓക്കെ, ആള് എത്താറായിട്ടുണ്ട്. ആളുടെ അതിന്റെ തന്നെ ഓൺ ദ വേ ആണ്. മുകളിൽ വരെ റോഡ് മൊത്തം ബ്ലോക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ എത്താൻ ഇത്ര പ്രയാസപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളേവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ഹണി റോസ് ഏകദേശം ഇവിടെ അടുത്ത് എത്താൻ പോവുകയാണ്. ഹണി റോസ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടേക്ക് കടന്നു വരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ആലക്കോടിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഹണി റോസ് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നമുക്ക് കടന്നു വരുമ്പോൾ നിറഞ്ഞ കയ്യടിയോടുകൂടി നമുക്ക് ഹണിയെ സ്വാഗതം ചെയ്യാം. ഞാൻ പറയുന്നത് അവിടുന്ന് വരുന്നത് ഇവിടുന്നാവും. അപ്പൊ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്നാണ് പറയുന്നത്. അതെല്ലാവരും ഈ പുറകിൽ നിൽക്കുന്നവരുടെ ഫ്രണ്ടിൽ കുറെ ചേച്ചിമാരും അമ്മമാരൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചേക്കണേ പ്ലീസ്. നമ്മളേവരും ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ഹണി റോസ് ആലക്കോടിന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ഹണി റോസിന് ഇതിലേക്ക് കടന്നു വരാനുള്ള ഒരു സൗകര്യം നിങ്ങൾ
വരുന്ന ഹണി റോസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ ബോച്ചെ ഏതാനും നിമിഷങ്ങൾ തന്നെ ബോച്ചെ കടന്നു വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിനോടൊപ്പം ഇന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ള ആഭരണങ്ങളോടൊപ്പം ഏറ്റവും മനോഹരമായിട്ടുള്ള കേരളത്തിന്റെ സൗന്ദര്യമാണ് തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഇന്ന് ചേർന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ആലങ്കോടുകാരോട് എന്താണ് ഇന്നത്തെ ഈ നിമിഷത്തിൽ പങ്കുവെക്കാനെന്ന് ചോദിച്ചു നോക്കാം. റെഡിയാണെങ്കിൽ നല്ലൊരു കൈ കൊടുക്കേ. എനിക്കും കാണാം, അവർക്കും കാണാം. ഒത്തിരി സന്തോഷം നിങ്ങളുടെ എന്തോ ഒത്തിരി സന്തോഷം ഈ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഈ സ്നേഹമൊക്കെ കാണുമ്പോൾ എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. പ്രത്യേകം താങ്ക്സ് ഇവിടെ എത്തിച്ചേരാൻ മനസ്സിൽ കാണിച്ചതിന്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ദുരന്തമോത്തോടുകൂടിയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട് നമുക്ക് ഒരു നിമിഷം കൊണ്ടാണ് അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളുകളെയും അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ടത്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഒരു ചടങ്ങ്. അതുകൊണ്ട് ഒരിക്കലും ഇതൊരു സെലിബ്രേഷൻ്റെ ഒരു മൂടൊന്നും ഇല്ല. നമ്മൾ ഏറ്റവും ഒരു നല്ലൊരു പുതിയ തുടക്കത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു മുഹൂർത്തം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു സമയത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരും കാത്തിരിക്കുന്ന പോലെ പ്രിയപ്പെട്ട ബോച്ചയും ഇങ്ങോട്ട് എത്തിച്ചേരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി അദ്ദേഹവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം വർഷങ്ങളായിട്ടുള്ള 1863 അല്ലേ, 1863 ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കേരളം എന്നല്ല, നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലിലെല്ലാം പിടിച്ചടക്കിയിട്ടുള്ള ഒരു വലിയൊരു ബ്രാൻഡാണ്. ബോച്ചയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു മനുഷ്യസ്നേഹിയായിട്ടുള്ള എന്താ പറയുക, ഒരു ബിസിനസ് ടൈക്കൂൺ തന്നെയാണ്, അങ്ങനെ വിളിക്കാൻ പറ്റും അദ്ദേഹത്തിന്. അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്, ചാരിറ്റി. അത് മാത്രമല്ല ഇപ്പോൾ വയനാടിന് വേണ്ടി വലിയൊരു സപ്പോർട്ടാണ് അദ്ദേഹം കൊടുക്കുന്നത്. 100 വീടുകൾക്കുള്ള സ്ഥലം അദ്ദേഹം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു. എന്നാൽ കഴിയുന്ന വലിയൊരു സപ്പോർട്ട് എല്ലാ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ ഓരോരുത്തരും വയനാടിന് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ നിമിഷത്തിൽ. എന്തായാലും സെൽഫി എടുക്കാം, കഴിഞ്ഞിട്ട് പോലെ സെൽഫി എടുത്തിട്ടേ പോവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ആകാംക്ഷവും കാത്തിരുന്ന ഒരാൾ കൂടി ഉണ്ട്.
ടെൻഷനും എല്ലാം മാറ്റിവെച്ച ഒരുപാട് പേരുടെ കണ്ണീരിനൊപ്പമാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ബോച്ചയുള്ളത്. നമ്മളെല്ലാവരും സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പ്രവർത്തിച്ച് ഏറ്റവും മുൻപ് കാണിക്കുന്ന നമ്മുടെ സ്വന്തം ബോച്ചയെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും വലിയ സങ്കടത്തിലും അവരോടൊപ്പം താങ്ങായി നിൽക്കുന്നു നമ്മുടെ ബോച്ചയെ ഇന്ന് നമ്മളോടൊപ്പം ചേരുമ്പോൾ അദ്ദേഹത്തിന്റെ 2 വാക്ക് കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ഒരു മിനിറ്റ്, നമുക്ക് അതിന് മുമ്പ് നമ്മൾ ഇതിന്റെ എല്ലാവരെയും കുറിച്ച് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ അനിൽ CPA ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. ഒരു സെക്കൻഡ് നമുക്ക് ഒന്ന് കണ്ണടച്ച് മൗനം 1 സെക്കൻഡ് പ്രാർത്ഥന. അനിൽ അതൊന്ന് അനൗൺസ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ചൂരൽമലയിലെ അതിതീവ്ര ഉരുൾപൊട്ടലിൽ പ്രകൃതി കൊണ്ടുപോയ നമ്മുടെ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് ഈ ഒരു നിമിഷം നമുക്ക് നമ്മളെ കണ്ണുകളൊന്ന് അടയ്ക്കാം പ്ലീസ്. ഈ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ഉദ്ഘാടനം ചടങ്ങുകൾ സാധാരണ ഇങ്ങനെയല്ല ചെയ്യാറുള്ളത്. ഞങ്ങള് അത് രാവിലെ മുതൽ തന്നെ ഒരു 8:30 മുതൽ ഗംഭീരമായിട്ടുള്ള ബോളിവുഡ് ഡാൻസ്, ഒരുപാട് സിംഗേഴ്സിന്റെ പെർഫോമൻസ്, ഇങ്ങനെ ഒരുപാട് എന്റർടൈൻമെന്റ് സെക്ഷൻ വെച്ചിട്ടാണ് സാധാരണ ഇതുവരെയുള്ള എല്ലാ ഉദ്ഘാടനങ്ങളും ചെയ്തിട്ടുള്ളത്. എന്നാൽ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട്, കാരണം ഈ വയനാട് ദുരന്തം നമ്മുടെ എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോകാത്തൊരു സംഭവമാണ്. അപ്പൊ അതിന്റെ ആ ഒരു ദുരിതത്തിൽ, ആ ദുഃഖത്തിൽ നമ്മളെല്ലാം ഇരിക്കുന്നതുകൊണ്ട് ബോച്ചെ തന്നെ നമ്മളോട് പറഞ്ഞു, യാതൊരു വിധത്തിലുള്ളതായിട്ട് നമ്മൾ പതിവ് രീതിയിൽ ചെയ്യുന്നതായ എന്റർടൈൻമെന്റ് ഒന്നും തന്നെ ഇവിടെ വേണ്ട എന്ന് ഞങ്ങൾ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആ എന്റർടൈൻമെന്റ് എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത്. യാഥാർത്ഥ്യത്തിൽ ഇതിന്റെ ഇനോഗ്രേഷൻ ചടങ്ങ് വരെ പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇതിന്റെ ഇൻവിറ്റേഷൻ ഒക്കെ അടിച്ച് നേരത്തെ തന്നെ എല്ലാ വീടുകളിലേക്ക് എത്തിച്ചത് കൊണ്ടാണ് പിന്നെ അത് നമ്മൾ ലളിതമായ രീതിയിൽ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. പ്രധാനമായി അതുകൊണ്ട് ഇന്ന് എന്റർടൈൻമെന്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഈ നാട്ടിലെ, ഈ ഗ്രാമത്തിലെ അവശത അനുഭവിക്കുന്നവരായ ഒരുപാട് രോഗികൾ, ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻസ്, ഇങ്ങനെയുള്ള ആളുകളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ചാരിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഈ ചെമ്മണ്ണൂർ എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ ഏത് ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുമ്പായി ആദ്യം ഇത്തരത്തിലുള്ളതായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ആദ്യം ചെയ്യാറുള്ളത്. പിന്നെ അതിനുശേഷം ഈ കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് വരും മാസങ്ങളിലൊക്കെ ചെയ്തു വരിക. ഒക്കെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഈ ഗ്രൂപ്പ് ചെയ്തു വരുന്നുണ്ട്. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ. ആദ്യമായിട്ട് തന്നെ നമ്മള് തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ചടങ്ങിനെ ഇവിടെ ഔദ്യോഗികമായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ജോജി കന്നിക്കാട്ട് പ്രസിഡന്റ്, ആലക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അവരുകളെ വളരെ സ്നേഹത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആയിഷ DC വൈസ് പ്രസിഡന്റ് അവരുകളുണ്ട്, അവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. വാർഡ് മെമ്പർ നിഷ അവരുകളെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മാത്യു പുതിയടം വാർഡ് മെമ്പർ അവരുകളെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഗോൾഡ് അസോസിയേഷന്റെ പ്രസിഡന്റ് ജോൺ പടിഞ്ഞാത്ത് അവരുകളെ സ്വാഗതം ചെയ്യുന്നു. KM ഹരിദാസ് KVBS അവരുകളെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ബേബി അഞ്ചുമകൻ അവരുകളെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാത്തിനും ഉപരിയായി അതുപോലെ തന്നെ അറിയാം, നിങ്ങളൊക്കെ നമ്മുടെ ഹണി റോസിനെ കാണുവാൻ വേണ്ടി വളരെയധികം രാവിലെ തന്നെ ഹണി റോസിനെയും അതുപോലെ ബോച്ചയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിരാവിലെ തന്നെ നേരത്തെ ഇവിടെ എത്തി നിൽക്കുന്നതാണ്. അവർ രണ്ടുപേരെയും സാന്നിധ്യത്തെ ഓർത്ത് ഹണി റോസിനെയും ബോച്ചയും രണ്ടുപേരെയും വളരെ സ്നേഹത്തോടു കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഉപരിയായി ആലക്കോട്ടെ നല്ലവരായ ഈ ജനങ്ങളെ വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഈ ചടങ്ങിലേക്ക് എന്ത് സ്വാഗതം ചെയ്യാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും. ഓക്കെ, അടുത്തതായിട്ട് നമ്മളോട് പഞ്ചായത്ത് പ്രസിഡന്റ് 2 വാക്ക് സംസാരിക്കും. ആദ്യമായി ഇവിടെ
വയനാടിലെ പ്രിയപ്പെട്ട നമ്മുടെ മരിച്ചുപോയ സഹോദരങ്ങളുടെ മുമ്പിൽ 1000 ആശാഞ്ജലികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മലയോര മേഖലയുടെ ശിലാകേന്ദ്രമായ ആലക്കോട് പട്ടണത്തിൽ ഈ മലയോര ജനതയുടെ സ്വപ്നങ്ങൾക്ക് ഒരു സാക്ഷാത്കാരം കുറയ്ക്കുന്നതിന് വേണ്ടി ഇവിടെ ചെമ്മണ്ണൂരിന്റെ ഒരു വലിയ ഷോറൂം ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടി മുന്നോട്ട് വന്ന ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ ആദ്യമായി മലയോര ജനതയ്ക്ക് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടക മലയാള സിനിമാ ലോകത്തെ ഏറ്റവും സുപ്രസിദ്ധ സിനിമാ താരം ഇവിടെ കൂടിയിരിക്കുന്ന ആയിരങ്ങളുടെ കണ്ണിമുട്ടിയായ പ്രിയപ്പെട്ട ഹണി റോസ് അവരുകൾ, ഈ ഗ്രൂപ്പിന്റെ പടത്തലവൻ പ്രിയങ്കരനായ ബോബി ചെമ്മണ്ണൂർ അവരുകൾ, ഏറ്റവും പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, ഏറ്റവും പ്രിയപ്പെട്ട ഈ ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർമാർ, മറ്റു പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം സ്വർണ്ണ വ്യാപാര രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ സ്ഥാപനമാണ് ചെമ്മണ്ണൂർ ഗ്രൂപ്പ്. പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ ലോകത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹത്തെ ഏറ്റുവാങ്ങുന്നത് പാവങ്ങളുടെ പടത്തലവനായിട്ടാണ്. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന ഏതൊരാളുണ്ടെങ്കിലും അവിടെ ഓടിയെത്തിക്കൊണ്ട് ആ പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സിന്റെ ഉടമ അദ്ദേഹത്തെ ഈ ആലക്കോട് നിവാസികൾ നെഞ്ചിലേറ്റുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ലാഭത്തിന്റെ ഒരു വലിയ ഭാഗം ഈ നാടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കുവാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചു നൽകുന്നു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കാണിക്കുന്ന ഈ വലിയ മനസ്സിനെ ഞങ്ങൾ ഹൃദയപൂർവ്വം ഏൽക്കുന്നു. ആലക്കോട് ഈ ഷോറൂം തുറക്കുമ്പോൾ തന്നെ എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ വേണ്ടി കഴിയുന്നു. ഈ പഞ്ചായത്തിലെ ഏറ്റവും പാവപ്പെട്ട 50 പേരെ സഹായിക്കാനുള്ള ഒരു വലിയ മനസ്സ് അദ്ദേഹം കാണിച്ചു. അതിനുപരി ഇവിടുത്തെ അനാഥാലയങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് വന്നു. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ കാലഘട്ടത്തില് മറ്റുള്ളവരെ സഹായിക്കാനുള്ള വലിയ മനസ്സ് കുറവുപോകുന്ന ഈ സാഹചര്യത്തിൽ ഈ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പ് കാണിക്കുന്ന ഈ വലിയ സ്നേഹം മലയോര ജനത ഏറ്റുവാങ്ങുന്നു. ഈ സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തെ കണ്ണിനെ കഷ്ടപ്പെടുന്നവരെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ഥാപനം വളർന്നു വന്നിരിക്കട്ടെ. തീർച്ചയായിട്ടും ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ കണ്ട മലയാള സിനിമാ താരം ഏറ്റവും പ്രിയങ്കരിയായ നമ്മളെല്ലാം കണ്ണിനുണ്ണിയായ പ്രിയപ്പെട്ട ഹണി റോസിനെയും അതേ ഞങ്ങളുടെ സഹപ്രവർത്തകരെയും എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ എല്ലാവരും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you so much. And now നമ്മുടെ വാർഡ് മെമ്പർ നിഷ നമ്മുടെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. രണ്ടുപേർ സംസാരിക്കുന്നതിനായി പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മനോരമ കേന്ദ്രമായ ആലക്കോടിലെ വികസനത്തിനായി ബോബി ചെമ്മണ്ണൂർ എന്ന സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം വോട്ട് ചെയ്യുന്ന ടീമിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു. ആൻഡ് KVBS പ്രസിഡന്റ് കെ ഹരിദാസ് സാറിനെ മുന്നോട്ട് ക്ഷണിക്കുന്നു. വേദിയിലെയും സദസ്സിലെയും ഏറ്റവും പ്രിയപ്പെട്ടവർ, കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന സ്വപ്നം രൂപത്തിലേക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണാഭരണ നിർമ്മാണ വിതരണ ഗ്രൂപ്പായ ചെമ്മണ്ണൂർ ജ്വല്ലറി, അതും ഈ പശ്ചിമഘട്ട മലനിരകളുടെ റാണി എന്നറിയപ്പെടുന്ന മലയോര പ്രദേശമായ മലമടക്കുകളുടെ ഈറ്റില്ലമായ ഈ ആലക്കോട് പട്ടണത്തിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ നാളെ ആലക്കോടിന്റെ വികസനവും പുരോഗതിക്കും
ഈ പ്രസ്ഥാനം ഒരു നാഴികക്കല്ലാവാൻ, ഒരു വഴിവിളക്കാൻ, ഒരു വഴികാട്ടിയാകുവാൻ നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഈ പ്രസ്ഥാനത്തിനെ നെഞ്ചിലേറ്റും ഹൃദയത്തിലേറ്റും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും തർക്കമില്ല. അങ്ങനെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ പേരിന്റെ മണ്ണിൽ നിന്നും, പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ നാടായ തേക്കിൻകാടിന്റെ മണ്ണിൽ നിന്നും, ശക്തനായ ശക്തൻ നമ്പൂരാന്റെ നാട്ടിൽ നിന്നും ഈ മലബാറിലേക്ക് കുടിയേറി വന്നിരിക്കുന്ന ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ, അതിന്റെ മാനേജ്മെന്റിനെ, അതിന്റെ അണിയർ പ്രവർത്തകർക്ക് എല്ലാവർക്കും ആലക്കുടി വ്യാപാരി സമൂഹത്തിന്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും അഭിനന്ദനങ്ങളും അനുഗ്രഹങ്ങളും ആശംസകളും ആശീർവാദങ്ങളും അഭിനന്ദനങ്ങൾ അറിയിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഓരോരുത്തരും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ബോച്ചെ ബോച്ചെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേരുടെ കണ്ണീരൊപ്പാൻ എപ്പോഴും കൂടെയുള്ള നമ്മുടെ സ്വന്തം, നമ്മുടെ സ്നേഹമാണ് അദ്ദേഹത്തെ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. So let's welcome ബോച്ചെ. Hello, hi, my dear love. എന്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾക്ക് തരും, എന്നിട്ടേ പോകുള്ളൂ. ഞാൻ കൊടുക്കാൻ വേണ്ടി വന്നവനാണ്, ഒരു സംശയം വേണ്ട. എല്ലാവരും കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. സാധാരണ നമ്മള് ഡാൻസ് കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഉദ്ഘാടനം, ഒരു ആഘോഷമായിട്ടാണ് നടത്തുക, ചാരിറ്റി ഒക്കെ ആയിട്ട്. ഇപ്രാവശ്യം ചാരിറ്റി മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ സഹോദര സഹോദരിമാര്, പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ വയനാട്ടില് ആ ദുരന്തത്തിൽപ്പെട്ട്, ഞാൻ അവിടെ പോയപ്പോ അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല ക്യാമ്പുകളിലൊക്കെ. അതുകൊണ്ട് വെട്ടിച്ചുരുക്കി നമ്മൾ അവർക്ക് വേണ്ടി പകരം അത് സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ നന്ദി പറയാണ് ഇവിടെ വരുമ്പോ. നന്ദി. അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തെരുവിലിറങ്ങിയപ്പോ, ഭിക്ഷാടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചതുകൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും മാത്രമല്ല, 5 ദിവസം മാത്രമേ തെണ്ടി വന്നുള്ളൂ. അല്ലെങ്കിൽ തുടർന്ന് തെണ്ടി ഞാനൊരു തെണ്ടിയായി പോയത്. അപ്പോ എന്നെയും രക്ഷിച്ചു, അബ്ദുൾ റഹീമിനെയും രക്ഷിച്ച പലരും ജാതി മതം അതற்கு അതീതമായി ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു. മലയാളികൾ ലോകത്തിന് മാതൃകയായി. ഇത്രയും വലിയ സംഖ്യ 34 കോടി രൂപ ലോകത്ത് തന്നെ ആരും ഇത്ര വലിയ സംഖ്യ കൊടുത്ത് നാട്ടുകാരനെ സഹായിച്ച രംഗം ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. അവർ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം നന്ദി. ആലക്കോടല്ല, അത് ആലക്കോടിന്റെ ഈ ക്രൗഡ് കണ്ടറിഞ്ഞോടെ നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് എന്തിനധികം പറയണം. ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ഇന്നിവിടെ സ്റ്റെപ്പ് ഈ പ്രാവശ്യം നമ്മുടെ ആഘോഷം സ്റ്റെപ്പൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് കാരണം കൊണ്ടാണ്. പിന്നെ എല്ലാവരും വയനാടിന് വേണ്ടി പറ്റുന്ന സഹായം ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. നമ്മളൊക്കെ ഇവിടെ ആഘോഷിക്കുമ്പോ ഒരുപാട് പേര് അവിടെ കഷ്ടപ്പെട്ടു. സ്കൂളിൽ ഞാൻ വരുമ്പോ ക്യാമ്പിലും ഞങ്ങളുടെ 5 ആംബുലൻസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓച്ചർ ഫാൻസ് ഒരുപാട് പേര് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2 ദിവസം ഞാൻ അവിടെ പ്രവർത്തിച്ചു. ഞാൻ ക്യാമ്പിൽ പോയപ്പോ അവരും നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എന്നെ അറിയിച്ചൊരു സംഭവം, ഞാൻ തിരിച്ചിറങ്ങാൻ നിൽക്കുമ്പോ ഒരു ചെറിയ കുട്ടി, ഒരു 5 or 6 വയസ്സുള്ള ഒരു കുട്ടി, പെൺകുട്ടിയാണ്, ഓടി വന്ന് കയ്യുമ്മ പിടിച്ചു. അപ്പൊ ഞാൻ നോക്കുമ്പോ അവരുടെ ഫാദറും മദറും എല്ലാവരും പോയി. ഒരൊറ്റ കുട്ടി ആ സ്കൂളിലെ ക്ലാസ് റൂമിൽ ആ ക്രൗഡിൽ ജീവിക്കുകയാണ്. എന്റെ കൈ പിടിച്ചപ്പോൾ ഞാൻ നടന്ന് വണ്ടിയിലോട്ട് കയറി എന്റെ കൂടെ പോരും. എനിക്ക് കൊണ്ടുപോകണോ ഉപേക്ഷിക്കണോ എന്ന് പറയാൻ പറ്റില്ല. കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ നിയമപ്രശ്നമുണ്ട്. കുട്ടീനെ നേരെ അങ്ങോട്ട് കയറ്റി കൊണ്ടുപോയി അടുത്ത വിവാദം നിങ്ങൾക്ക് അറിയാലോ. എന്ത് നല്ലത് ചെയ്താലും വിവാദം ഉണ്ടാവും, അത് സാരില്ല. അതുകൊണ്ട് ഇപ്പൊ കളക്ടറുടെ അടുത്തേക്ക് നമ്മുടെ ആൾക്കാർ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് 3-4 പിള്ളേരെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് തൽക്കാലം. അപ്പോ ഒരുപാട് അവിടെ കണ്ണ് നനയുന്ന രംഗങ്ങളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ഈ സമയത്ത് നമ്മൾ ചെയ്യണം എന്ന് പറയാണ്. പിന്നെ അനിറോസ് പല ഉദ്ഘാടനങ്ങൾക്കും വരുന്നതാണ്, നമ്മൾ സ്ഥിരമായിട്ട് വിളിക്കുന്നതാണ്. അനിറോസിനെ പ്രത്യേകം
ഹണി റോസിന് എന്റെ കയ്യിൽ ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് എന്നാലും ഓർമ്മ വന്നതെന്നറിയാം, ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെ ഓർമ്മ. താങ്ക് യു ഫോർ ദ പ്രസൻസ്. പിന്നെ ഇതിന്റെ ചാരിറ്റി പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ്. അപ്പൊ ലവ് യു എവരിബഡി. എന്നെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രവർത്തനങ്ങളില് ഒരുപാട് പേര് പല രംഗത്തുമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്, ഫാൻസ് എല്ലാവർക്കും എല്ലാ സമയത്തും കൂടെ നിന്നതിന് നന്ദി മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും നേരത്തെ കാര്യങ്ങളെല്ലാം തന്നെ ബോച്ചെ നമ്മളോട് സംസാരിച്ചു. നമ്മുടെ ഏത് പ്രസ്ഥാനവും ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് ആ നാട്ടിലെ അവശത അനുഭവിക്കുന്നവരായിട്ടുള്ള ആളുകൾക്കുള്ള ചാരിറ്റി പ്രവർത്തനം ചെയ്തുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. ഇവിടെ നിന്നും ഒരു 2 ആഴ്ച മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. പല വാർഡുകളിൽ പോയി വാർഡ് മെമ്പേഴ്സും പലരും സജസ്റ്റ് ചെയ്ത പ്രകാരമൊക്കെ ആയിട്ട് നിരവധി ആളുകളെ നമ്മളിതിലേക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. കുറെ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മുടെ മാനേജർ തന്നെ അവർക്കുള്ള എമൗണ്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ആളുകൾക്കാണ് ഇവിടേക്ക് വരാനായിട്ട് സാധിച്ചത്. ഇവിടെ ഇരിക്കുന്ന ഈ ആളുകളൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ബോച്ചെ തന്നെ അതിന്റെ ആദ്യത്തെ കവർ നൽകുകയാണ്. അപ്പൊ ആദ്യത്തെ ആൾക്ക് ഇങ്ങോട്ട് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാല് വയ്യാത്ത വീൽ ചെയർ അത് കഴിഞ്ഞതിന് ശേഷം വേദിയിലേക്ക് തന്നെ കൊടുക്കുന്നതാണ്. അവിടെ ഇരുന്നാ മതി. ഒരുമിച്ച് ബോച്ചെ ഹണിയെ കൂടി കൂട്ടി. അപ്പൊ നമ്മുടെ ചാരിറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബോബി ചെമ്മണ്ണൂരും ഹണി റോസും കൂടി ചേർന്ന് നിർവഹിക്കുന്നു. നിങ്ങൾക്കും ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിക്കും. പങ്കുചേരുക എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്നുള്ള സംഭാവനയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിൽ, വഴിയോരം, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ആരെങ്കിലും നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങളുടെ ഓൾഡ് ഏജ് ഹോമുകളിൽ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ അവരവിടെ വന്ന് ഞങ്ങളുടെ ആംബുലൻസ് വന്ന് അവരെ എടുത്തുകൊണ്ട് വരും. അവരുടെ ജീവാവസാനം വരെ ഭക്ഷണം, വസ്ത്രം, മരുന്ന് ഇതൊക്കെ നൽകിക്കൊണ്ട് ഓച്ച അവരെ കാത്തുകൊള്ളും. അങ്ങനെയുള്ളവരുടെ വിവരം വിളിച്ചറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ സാധിക്കും. തുടർന്നുള്ള ലിസ്റ്റ് ജോജി വായിക്കുന്നതാണ്. ഫിലിപ്പോസ് നമ്മുടെ സ്റ്റാഫുകളെ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള ആളുകളെ ഒന്ന് സജ്ജീകരിച്ച് നിർത്തുക. ആ ജോജി ഒരു 2-3 പേര് പറയും. അപ്പൊ ആ ഓർഡറിൽ നാരായണി, ആദ്യത്തെ 1-2 ഉള്ളൂ. ഇങ്ങനെ മറ്റൊക്കെ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും. നാരായണി 2-3 പേര് വിളിച്ചോ ജോജി. സ്റ്റാഫുകൾ അതര ഓർഡറിൽ ചെയ്യണേ. നാരായണി നമ്മള് റെസീറ്റ് മേടിക്കണം, എന്നിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. ഈ പേര് വിളിക്കാണ് അബ്ദുള്ള ഒരു 2-3 പേര് പറയാം. പുതിയ പുരയിൽ അബ്ദുള്ള. പെട്ടെന്ന് സ്റ്റാഫുകളെ രാജമ്മ സൈമൺ, പഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ സൈമൺ, ലിസി പോൾ, രാജമ്മ സൈമൺ, ലിസി പോൾ. എല്ലാവരും ആ റെസീറ്റ് എടുത്ത് വെക്കുക, റെസീറ്റ് പുറത്തേക്ക് എടുക്കുക. ലിസി പോൾ, റോസമ്മ, അസ്മ KP, മാധവൻ, അമർജൊരു സിനിമാക്കാരാണ്. മാധവൻ, കേസരി, ഭാരതി. പേര് വിളിക്കുന്നവര് ഈ ലൈനിലേക്ക് വരിക.
കാർഡ് മേടിക്കുക. എല്ലാവരും കാർഡ് മേടിച്ചിട്ട് വേണം ഓൾഡ് കയറ്റി വിടാൻ. ബാക്ക് സൈഡിലുള്ളവര് ഇങ്ങോട്ട് ചായരുത്. ഭാരതി അതിൽ പിടിക്കരുതില്ലടാ, പന്തലിന്റെ ഇതിൽ പിടിക്കരുത് പ്ലീസ്. ഏലിയമ്മ അവിടെ പിടിക്കണ്ട. ഏലിയമ്മ, കുഞ്ഞമ്പോ അമ്പു സി പി എം ജെ ചാക്കോ, പേര് വിളിച്ച പെട്ടെന്ന് ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി ചെയ്യുന്ന എം ജെ ചാക്കോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗമിനി പോൾ രണ്ട് മൂന്ന് പേരുകൾ പെട്ടെന്ന് വിളിക്കും. രഞ്ജിത്ത് എം പി, രാകേഷ് ചന്ദ്രിക നിവാസ്, രാകേഷ് എ ചന്ദ്രിക നിവാസ്, ഭാസ്കരൻ എം, കുഞ്ഞിമൊയ്തീൻ, ആശാ ബി നായർ, ദേവഗംഗ, രതി സുനി, സുനിൽ കെ എൻ, സുഗന്ധി, അനുമോഹൻ, പ്രതീഷ് വി, താഹിറ, രജുല എം കെ, ചന്ദ്രി ടി, സുമ വിജയൻ, മണിച്ചൻ. ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള രോഗികൾക്കുള്ള ധനസഹായ വിതരണമാണ് ഇവിടെ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആലക്കോട് ഗ്രാമത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്ന രോഗികൾക്കുള്ള ധനസഹായമാണ് വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇനി കുറെ ആളുകൾക്ക് കൂടി നൽകാനുണ്ട്. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത ആളുകൾക്ക് നമ്മുടെ മാനേജേഴ്സ് അവരെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ നമ്മുടെ ആലക്കോട് സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിന്റെ കീഴിൽ സ്ഥാപിതമായ മേരി മാതാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭവന നിർമ്മാണ ഫണ്ടിന്റെ ഒരു ആദ്യ സംഭാവന അവര് വളരെ റിക്വസ്റ്റ് ചെയ്ത് ബോച്ച വരുന്നത് കൊണ്ട് ആ പദ്ധതിയുടെ ആദ്യ തുക ബോച്ചയുടെ കയ്യിൽ നിന്ന് തന്നെ സ്വീകരിക്കണമെന്ന് അവര് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ സെക്രട്ടറി ജോബി KP, ട്രഷറർ എമിൽ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആ തുക ഇപ്പോൾ ആദ്യ തുക ഇപ്പോൾ കൈമാറുന്നതാണ്. ആ എമൗണ്ട് ഒന്ന് കൊടുക്കൂ. അവര് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 3 വീടുകൾ. അപ്പൊ അതിന്റെ ഒരു ആദ്യ തുക ബോച്ചയുടെ കയ്യിൽ നിന്നും സ്വീകരിക്കണമെന്ന് അവരൊരു നിർബന്ധം പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു ഇത് ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ചാരിറ്റി ഡിസ്ട്രിബ്യൂഷൻ അവസാനിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് നിങ്ങളറിയാം ഒരുപാട് പേര് ഇത് എപ്പോഴാണ് അതിന്റെ നറുക്കെടുപ്പ് കുറെ നേരമായി ചോദിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ നിങ്ങൾക്ക് നൽകിയിരുന്ന സമ്മാന കൂപ്പണിന്റെ നറുക്കെടുപ്പ് വേദിയിൽ നിർവഹിക്കാനായിട്ട് പോവുകയാണ്. അനീഷ് ഒരു പ്രത്യേകം പറഞ്ഞത് നന്നായി ഇളക്കി പറഞ്ഞത്. അപ്പൊ ഒന്ന് നന്നായി അവിടെ ഇളക്കി ചേച്ചി എങ്ങനെയാ വെക്കട്ടെ? അടിയിന്ന് ഇളക്കണോ? അടിയിന്ന് ഇളക്കണം എന്നാണ് ചേച്ചി പറയണത്. ഇളക്കിക്കോ.
ജേതാക്കന്മാർക്ക് ഡയമണ്ട് റിങ്സ് ആണ് സമ്മാനം. അപ്പോൾ ബോച്ചയും അതുപോലെ ഇവിടെ വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ ചേർന്ന് ഇതിന്റെ നറുക്കെടുപ്പ് ഒന്ന് രണ്ടെണ്ണം കണിയുടെ അനീഷം എടുത്തരാം. ഒന്ന് ഹാൻഡ് ഓവർ ചെയ്ത് തരൂ, കൈമാറി തരൂ. ഏതിനാണ് ഡയമണ്ട് റിങ് ഇരിക്കണമെന്ന് അറിയില്ല. പിടിച്ചോ. ഡയമണ്ട് റൈസുകളാണ് പ്രൈസായിട്ട് വരാൻ പോകുന്നത്. ഒരു ചേട്ടൻ 10 രൂപ തരട്ടെ, എവിടെ നിന്നാണോ? ലാസ്റ്റ് നമ്മൾ എടുക്കാൻ പോവാണ്. അത് അവിടുത്തെ ചേട്ടന്മാരെ ഒന്ന് കലക്ട് ചെയ്യോ? സ്റ്റോൾ ബാങ്ക്സ് ആർക്കെങ്കിലും ഒന്ന് എടുത്തു കൊടുക്കോ പ്ലീസ്. ആ പുറകിലുള്ളവരുടെ ഒന്ന് കലക്ട് ചെയ്യോ? നമുക്ക് സമയം ലാസ്റ്റത്തെയാണ് കേട്ടോ. അത് സമയം ടൈമില്ല. ഇളക്കിയോ? അവിടെ പുറകിൽ കുറച്ചെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് വാങ്ങിക്കാവോ? അതൊന്ന് പാസ് ചെയ്ത് മേടിക്കണേ. സോ അതിനോടൊപ്പം എന്താ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ഒക്കെ ആയിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പോർട്രേറ്റ് കേട്ടോ. താങ്ക് യു. ഇനിയുണ്ടല്ലോ ആ ഡ്രോയിങ്സുമായിട്ട് ഇനിയും 2 പേരുണ്ടല്ലോ. യെസ്. വീണ്ടും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഭംഗിയായിട്ട് വരച്ചിരിക്കുകയാണ്. പേരെന്താ? ബോച്ചയോടും അണിയോടുമുള്ള ആരാധന മൂത്തുകൊണ്ട് ആരാധകർ അവരുടെ ഛായാചിത്രങ്ങൾ വരച്ചിവിടെ നൽകിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നറുക്കെടുപ്പിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യ നറുക്കെടുപ്പ് നിർവഹിക്കുന്നു. ഞാനൊരു സെൽഫി ഫോട്ടോ വീഡിയോ സെൽഫി എടുക്കണം. എല്ലാവരും ഒന്ന് ചിരിച്ചോണ്ടിരിക്കണേ. 50 ലക്ഷത്തിലേക്ക് പോകാനുള്ളതാണ് വയറിളക്കമുള്ള. ഞാനുണ്ട്, ഞാൻ വാട്സാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നറുക്കെടുപ്പാണ്. ആദ്യ നറുക്കെടുപ്പിനായിട്ട് ബോച്ചേനെ വായിക്കുന്നു ഡയമണ്ട് റിങ്സിന് വേണ്ടി. ലിജോ കൊടുക്കാൻ. ഓക്കെ ഓക്കെ, നിങ്ങളുടെ ഒരു സൈഡ് അങ്ങോട്ട്, ആ സൈഡ് ഇങ്ങോട്ട്. ഓക്കെ 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 ഓക്കെ, ഇനി പെട്ടെന്നായിക്കോട്ടെ. നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ടൈം ഉദ്ഘാടന ചടങ്ങൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ്. അപ്പൊ സമയം പെട്ടെന്നായിക്കോട്ടെ. 5 പ്രൈസുകളാണ് എടുക്കേണ്ടത്. 5 പ്രൈസുകൾ. ബബിത ശ്രദ്ധിക്കുക, 5 പ്രൈസുകളാണ്. ആദ്യത്തെ ബോച്ച എടുക്കുന്നു. ഓക്കെ, ആദ്യത്തെ പേര് നമുക്ക് അനൗൺസ് ചെയ്യാം. സ്വാന്തന സന്തോഷ്. ഷോറൂമുമായി ബന്ധപ്പെട്ട മതി. ഓക്കെ, നമ്മുടെ ഔട്ട്ലെറ്റുമായിട്ട് ബന്ധപ്പെട്ട മതി. ഇനി ഹണി റോസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു അടുത്ത ലക്കാസ് പേഴ്സണെ കണ്ടുപിടിക്കാൻ.
ഇതിന്റെ ലിസ്റ്റ് നമ്മൾ ഷോറൂമിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതാണ്. ഒരു 3 പ്രാവശ്യം അനൗൺസ് ചെയ്യൂ കേട്ടോ. തൻവി കൃഷ്ണ, തൻവി ഉണ്ട് എവിടെയെങ്ങാനും? തൻവി കൃഷ്ണ. അപ്പൊ തൻവി കൃഷ്ണ ആലക്കോട് തന്നെയാണ് കേട്ടോ. മണക്കടവ് ദൂരമുണ്ട് അല്ലേ? ഓക്കെ, അടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഓക്കെ. നറുക്കെടുപ്പ് നടത്തുന്നു. ദീപ പി വി അരീക്കലാണ് കേട്ടോ. ദീപ പി വി നമ്മളിതാ 3 എണ്ണം എടുത്തു കഴിഞ്ഞു, ഇനി 2 എണ്ണം കൂടി. അടുത്തത് വൈസ് പ്രസിഡന്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നറുക്കെടുപ്പിന് വേണ്ടി വൈസ് പ്രസിഡന്റ്. കൊച്ചു ത്രേസ്യ ജോസഫ്. ശരിക്കും ഈ കൊച്ചു ത്രേസ്യ എന്നുള്ളത് എന്റെ പള്ളിയിലെ പേരാണ്. വേണമെങ്കിൽ എനിക്ക് വന്നാലും കുഴപ്പമില്ല, ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല എന്നാട്ടോ പറഞ്ഞേ. അത് നിങ്ങള് ഈ പേരല്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാൻ റെഡി ആയിട്ടാണ് ഇവിടെ നിൽക്കണേ അല്ലേ? ഹണി റോസ് ചോദിച്ചാൽ എന്തും കൊടുക്കില്ലേ? അവര് പറിച്ചു തരും. അതാണ്, അത്രയും സ്നേഹമുള്ളവരാണ്. ഓക്കെ, അടുത്തത് നമ്മുടെ വാർഡ് മെമ്പർ നിഷ അവർക്ക് 5ാമത്തേത് അല്ലേ? 5ാമത്തെ. അപ്പൊ 5 പ്രൈസുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റ് ഇവിടെ പ്രദർശിപ്പിക്കുന്നതാണ് നമ്മുടെ ഷോറൂമിന്റെ മുമ്പിൽ. അത് നിങ്ങൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് 1 മാസത്തിനുള്ളിൽ വന്ന് വാങ്ങാവുന്നതാണ്. ടെറേസ് ആലക്കോട് കണ്ണൂർ തന്നെ എഴുതിയിട്ടുള്ള. മനയിൽ ആലക്കോട് കണ്ണൂർ. പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹണി റോസ് നമ്മുടെ എല്ലാവരുടെയും കൂടെ ഒരു സെൽഫി വീഡിയോ എടുക്കാൻ പോവാണ്. ഹലോ, മീഡിയക്കാരെ അകത്തേക്ക് കടത്തി വിടണം. നമ്മുടെ നിങ്ങൾ പുറകിലേക്ക് നിൽക്കുകയാണ്, കുറെ കൂടി അഭികാമ്യം. അത് പുറകിലേക്ക് പോവില്ല. നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് നിന്നാൽ എല്ലാവർക്കും ആവശ്യമുള്ളത് കിട്ടും. നമുക്കും ആവശ്യമുള്ളത് കുറച്ചുകൂടി വൈഡായിട്ട് പോവുക പ്ലീസ്. കുറച്ചുകൂടി വൈഡായിട്ട് പോവുക. ധൃതി പിടിക്കേണ്ട, എല്ലാവർക്കും ഉള്ള വിഷ്വൽസ് കിട്ടും. ഇവിടെ നാളെ റിബൺ കട്ട് ചെയ്ത് കഴിഞ്ഞാല് ഉടനെ ഹണി റോസും ബോച്ചയും കൂടി ആഭരണങ്ങള് നോക്കുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ബൈറ്റൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. തള്ളി നിൽക്കരുത്. എല്ലാവരും ഒരു ലെവലിൽ നിന്നാൽ എല്ലാവരുടെ മുഖം ക്ലിയർ ആയിട്ട് കിട്ടാവുന്ന സംവിധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ എല്ലാവരും പോകും. അതെ, ബോച്ചയും ഹണി റോസും കടന്നു വരികയാണ്. ഫോട്ടോഗ്രാഫേഴ്സ് ഉള്ളിലേക്ക് കടക്കുക. തിരക്ക് കൂട്ടരുത് നിങ്ങള്. നമ്മുടെ പത്രത്തിലേക്കുള്ള എന്റെ ഫോട്ടോഗ്രാഫർ പ്ലീസ്, പത്രത്തിലേക്കുള്ള എന്റെ ഫോട്ടോഗ്രാഫർ ഷകിൽ ഇവിടെ വന്നിടൂ. പത്രത്തിലേക്കുള്ള തന്നെ ഷകിൽ എവിടെ ഉണ്ട്? ഷകിൽ ഇത് റിബൺ കട്ട് ചെയ്യുന്ന ഫോട്ടോ വേണം.
എല്ലാവരും എടുത്തിട്ട് കട്ട് ചെയ്യുന്നത് കിട്ടും. ഷക്കിൽ പ്ലീസ് ഉള്ളിലേക്ക്. ഞങ്ങൾ മാറും. എല്ലാവരും ഒന്ന് അടുത്ത് നിന്ന് ഓക്കെ റെഡി പറയും പ്ലീസ്. റെഡി അല്ലേ? എല്ലാവരും ഒന്ന് കൈ അടിച്ച് താങ്ക് യു വെരി മച്ച്. അടുത്തത് കൗണ്ടർ സന്ദർശിക്കുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് ബൈറ്റ് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് സൈഡിലെ അഡ്രസ് കൗണ്ടറിൽ സന്ദർശിച്ച സമയത്ത് എല്ലാവരും തിരക്ക് കൂട്ടരുത്. എല്ലാവർക്കും ആവശ്യമുള്ള വിഷ്വൽസ് കിട്ടുന്നതാണ്. നിങ്ങൾ തിരക്ക് കൂട്ടിയാല് ആർക്കും ലഭിക്കാതെ ആകും. അണിറോസും ബോച്ചയും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷ്വൽസ് ലഭിക്കുന്നതാണ്. ഒരു മിനിറ്റ് ഇത് അടിപൊളിയാണ്. ഡയമണ്ട് നെക്ലേസ് വളരെ വിലക്കുറവാണ്. 1.5 കോടി രൂപയുള്ളതിന്റെ വില. നാച്ചുറൽ റൂബി വിത്ത് ഡയമണ്ട്. ഡ്രസ്സിനനുസരിച്ച് ഓക്കെ, നമ്മളുടെ അങ്ങനെ ഡയമണ്ടിന്റെ ആദ്യ വിൽപ്പനയാണ് ആദ്യം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ ഡയമണ്ട് ചുവാങ്ങുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഫസ്റ്റ് സെയിൽ റിസീവ് ചെയ്യുന്നതിന് വേണ്ടി ഷാല റോബി നാച്ചുറൽ ബ്യൂട്ടി പാർലർ ഷാല റോബി ലേഡിയോടൊന്ന് റിക്വസ്റ്റ് ചെയ്യണം. അവരെ ഒന്ന് മുന്നിലേക്ക് ഒരു കാര്യം ചെയ്തോ, അവരെ ഉള്ളിലേക്ക് കിട്ടും. അപ്പൊ ഫോട്ടോ എടുക്കാൻ കറക്റ്റായിരിക്കും. നമ്മുടെ സ്റ്റാഫുകൾ കുറച്ചങ്ങോട്ടൊന്ന് മാറി നിന്നാലേ ആ കൗണ്ടറിന്റെ ഉള്ളിലേക്ക് ഷാല റോമി നാച്ചുറൽ ബ്യൂട്ടി പാർലർ. വീഡിയോക്കുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. സ്പെഷ്യലായിട്ട് എല്ലാവർക്കും സൗകര്യമായിട്ട് നിങ്ങൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതുവരെ അവരോട് ചെയ്തോളൂ. ഓക്കെ, അടുത്തത് ബോബി ഉപ്പൂട്ടിൽ ഡയമണ്ടിന്റെ തന്നെയാണ്, ഡയമണ്ട് സെയിലിനെയാണ്. അവരെ ഉള്ളിലേക്ക് കടത്തി വിടും. ഡയമണ്ട് ബോബി ഉപ്പൂട്ടിൽ. അതുപോലെ തന്നെ അതിനുശേഷം ടിൻഡു ബിജു, അതുപോലെ നിഷ ജോസഫ്. ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തുന്ന സ്റ്റാഫുകൾ. ഈ പറഞ്ഞ പേരുകളൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കടത്തി വിടണം. ഇപ്പൊ തന്നെ സമയം പോവില്ല. ഓക്കെ, ബോബി ഉപ്പൂട്ടിൽ. പുതിയ കളക്ഷനാണ്. അടുത്ത ടിൻഡു ബിജുവിന്റെ ഉള്ളിലേക്ക് കടത്തി വിടുക. അതിനുശേഷം നിഷേനെ റെഡിയാക്കി നിർത്തുക. ഓക്കെ, ടിൻഡു ഇതിനങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ടിൻഡു എന്ന കൗണ്ടറിന്റെ ഉള്ളിലേക്ക് വിടും. ടിൻഡു നമ്മുടെ അൺകട്ട് ഡയമണ്ട്സിന്റെ കളക്ഷനാണ് എടുക്കുന്നത്. ഇതിനിടയ്ക്ക് മറക്കണ്ട, നിങ്ങൾ ഈ സ്വർണം വാങ്ങുമ്പോഴും
ചായപ്പൊടി വാങ്ങുമ്പോൾ ബോച്ചണ്ടി വാങ്ങുമ്പോൾ മാത്രമല്ല ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടുക, സ്വർണം വാങ്ങുമ്പോഴും നിങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റുകൾ കിട്ടും. അത് റെഡി ആയിട്ട് വാങ്ങുമ്പോഴും സ്വർണം വാങ്ങാൻ ഇൻസ്റ്റാൾമെന്റുകളായിട്ട് അടച്ചിട്ട് വാങ്ങുമല്ലോ നമ്മള്, അപ്പോഴും നിങ്ങൾക്ക് ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും. ദിവസേന ക്യാഷ് പ്രൈസ് ഉണ്ട്. കാറ്, ഫ്ലാറ്റ് 10 ലക്ഷം, പിന്നെ 10,000 കണക്കിന് പേർക്കാണ് ക്യാഷ് പ്രൈസ്. ഇതുവരെ 11 ലക്ഷം പേർക്ക് ക്യാഷ് പ്രൈസ് 3 മാസത്തിനുള്ളിൽ കൊടുത്തു കഴിഞ്ഞു. 24 കോടി രൂപയിലധികം ക്യാഷ് പ്രൈസുകൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ലക്കി ഡ്രോ ടിക്കറ്റ് ഫ്രീ ആണ്, ചോദിച്ചു വാങ്ങാൻ മറക്കരുത്. ദിവസേന രാത്രി 10:30 നറുക്കെടുപ്പില് ആരാണ് കോടീശ്വരൻ, ആരാണ് ലക്ഷാധിപതി എന്നുള്ളത് നോക്കാൻ മറക്കരുത്. ഓക്കെ, ഇപ്പൊ 100 ഡയമണ്ട്സ് ടിൻഡു ഏറ്റുവാങ്ങുന്നു. ടിൻഡു. അടുത്തത് നിഷ ജോസഫ്, മിന്നൂസ് ബ്യൂട്ടി പാർലർ. നിഷ ജോസഫ്, മിന്നൂസ് ബ്യൂട്ടി പാർലർ. റൂബിയാണ്, റൂബി ഐറ്റമാണ് അവർ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിഷ ജോസഫ്, മിന്നൂസ് ബ്യൂട്ടി പാർലർ. ഓക്കെ, താങ്ക് യു നിഷ. അടുത്തത് ഗോൾഡ് പർച്ചേസിന്റെ ആണ്. ജോയ് കൊച്ചുകുന്നായി. ജോയ് കൊച്ചുകുന്നായി. ജോയ് ഏട്ടനെ ഒന്ന് ഉള്ളിലേക്ക് കടത്തി വിടുക. ജോയ് ഏട്ടൻ ഗോൾഡ് ആണ് ഏറ്റുവാങ്ങുന്നത്. ഗോൾഡ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫസ്റ്റ് സെയിൽസ് ആണ് നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഷെൽന. അതുപോലെ ഷെല്ലയ്ക്ക് ശേഷം ഭാഗ്യശ്രീ. സിംഗപ്പൂർ കളക്ഷനാണ് ഷെൽന ഏറ്റുവാങ്ങുന്നത്. സിംഗപ്പൂർ കളക്ഷൻ ഷെൽന. അതിനുശേഷം ഭാഗ്യശ്രീ വരികയാണ്. ഫേസ് ചെയ്യണേ. ഷെൽന സോപ്പിംഗ്. ഷെല്ല അല്ലേ പേര്? ഷെല്ലയ്ക്ക് സെയിൽ നടക്കുന്നതിന് മുമ്പ് അണിറോസിന്റെ കഴുത്തിൽ ഇട്ടുകൊണ്ട് വിരോധമുണ്ടോ? ഇതിന് വില കൂടി വെക്കും. ആളിട്ട് കഴിഞ്ഞാൽ ഡബിൾ ആവും അതിന്റെ റേറ്റ്. എന്താണ് സംഭവം? ഓക്കെ, അടുത്തത് നമ്മളുടെ ഭാവി അണിറോസ്. കാശേരം നടക്കണ്ട, കാശ് 50. അടുത്തത് ഭാഗ്യശ്രീ. ആരെ തള്ളനോട് എന്തിനാ? അണിറോസ് ഇവിടെയാണ്, നിങ്ങൾ എന്തിനാ അവിടെ ഇരുന്ന് തള്ളണം? ഭാഗ്യശ്രീ ഒരു വെഡിങ് സെറ്റ് ആണ് വാങ്ങിയിട്ടുള്ളത്. കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെഡിങ് സെറ്റ് ആണ്. ട്രഡീഷണൽ പാലക്ക ഐറ്റം, പൂത്താലി ഒക്കെ തന്നെ അതിൽ വരുന്നുണ്ട്. റൂബി വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നേരത്തെ വീഡിയോ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ഹണി റോസിന്റെ ഒരു ബൈറ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻവിറ്റേഷൻ ആണ് അല്ലേ? കല്യാണമാണ്. ആയിക്കോട്ടെ, ഗുഡ് ലക്ക്. ഓക്കെ, അപ്പൊ മീഡിയ നേരത്തെ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമുള്ള ഹണിയുടെ ബൈറ്റ് ഇപ്പോൾ ഒന്ന് കൊടുക്കുന്നതാണ്. ഹണിയും ബോച്ചയും ചേർന്ന് കൊടുക്കും. ഓക്കെ, മൈക്ക് കൊടുക്കണോ? മനോരമയുടെ മൈക്ക്
മനോരമയുടെ മൈക്ക് ഉണ്ടായിരുന്നല്ലോ. ഒന്നുകൂടെ ഒന്ന് വൈഡ് വെക്കോ, ഒന്നുകൂടെ വൈഡ് വെക്കോ. ഷാൻ മണിയില്ല, ലാച്ചോട് വൈഡ് വെക്കോ, വൈഡ് പ്ലീസ്. വൈഡ് വെക്കപ്പാ, എവിടെ ഇപ്പുറത്തെ സൈഡിലൊന്ന് വൈഡ് ഒഴിക്കോ. ഇപ്പുറത്തെ സൈഡിലൂടെ റിക്വസ്റ്റ് വൈഡ് വൈഡ് ബാക്കിലേക്ക് 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 പ്ലീസ്. വിമലെ ഒന്ന് ബാക്കിലേക്ക് വൈഡാക്കി. ഒന്ന് മീഡിയക്കാര് ചാനലുകാര് ഒന്ന് സൈഡ് ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക. അമൃത ടിവിന്റെ ഉണ്ടോ? അമൃത ടിവിന്റെ ഇതുണ്ടോ? ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ പറയട്ടെ. മൈക്ക് വേണോ? മൈക്ക് പറയാം. ആ ഓഡിയോ ശബ്ദം കൊടുക്കാമോ? ഓക്കെ പറയട്ടെ. എല്ലാവർക്കും നമസ്കാരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിന്റെ ഏറ്റവും പുതിയ ബ്രാൻഡ് ന്യൂ ഷോപ്പ് ആലക്കോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ചെമ്മണ്ണൂർ ഗ്രൂപ്പുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു സിനിമയിൽ വന്ന സമയം തൊട്ടിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 10-20 വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്. ബോച്ചയെ പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമുക്ക് ചെമ്മണ്ണൂർ ഗ്രൂപ്പിനെ പറ്റിയും പറയേണ്ട കാര്യമില്ല. കാരണം അതറിയാത്ത ഒരു മലയാളിയും എനിക്ക് ഇന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നാഷണൽ ലെവലും ഇന്റർനാഷണൽ ലെവലും ഒക്കെ പോയി അങ്ങനെ ഒരു ബിസിനസ് സാമ്രാജ്യം പിടിച്ചടക്കിയിരിക്കുന്ന ഒരു ബിസിനസ് ടൈഗൂൺ തന്നെ അദ്ദേഹത്തിന് നമുക്ക് വിളിക്കാം. അതിനപ്പുറത്തേക്കൊരു നമ്മൾ എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഇപ്പം വയനാട്ടിൽ നമ്മൾ കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു ദുരന്തം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതിലേക്ക് എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും സഹായവും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ബോച്ചയും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 100 വീടുകൾ അവിടെയുള്ള ആളുകൾക്ക് നൽകാനായിട്ടുള്ള സ്ഥലം, വയ്ക്കാനുള്ള സ്ഥലം അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് കഴിയുന്ന എല്ലാ സപ്പോർട്ടും നമുക്ക് ഓരോരുത്തർക്കും കൊടുക്കാം. ചെമ്മണ്ണൂർ ജുവലേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കളക്ഷനാണ്. ഭയങ്കര രസമായിട്ടുള്ള യൂണീക്ക് ആയിട്ടുള്ള പീസസ് ആണ്. സാറ് ഓരോ പീസുകൾ കാണിക്കുമ്പോഴും നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു ജുവലേഴ്സിൽ കാണുന്ന ഒരു വെറൈറ്റി അല്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ ലക്കി കൂപ്പൺ, ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത് സ്വർണം വാങ്ങുമ്പോൾ ലക്കി കൂപ്പൺസ്, ലക്കി ഡ്രോ കൂപ്പൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോ ദിവസവും നറുക്കെടുപ്പുണ്ട്. കൈ നിറയെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത്. കോടീശ്വരനും കോടീശ്വരിയൊക്കെ ആകാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ്. അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ വന്ന് സ്വർണം വാങ്ങുക, കൂപ്പൺ മറക്കാതെ വാങ്ങുക. ഡെഫിനറ്റ്ലി ഒരു ഫ്യൂച്ചർ കോടീശ്വരൻ നിങ്ങളായി മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എല്ലാവരുടെ ആശംസകളും നേരുന്നു സാർ. ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിനും പ്രത്യേകം താങ്ക് യു സോ മച്ച്. ഹലോ, ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്. കണ്ണൂർ ആലക്കോടാണ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് ഉദ്ഘാടനം കഴിഞ്ഞു. വന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. ഇവിടെ ഒരു പ്രത്യേകത, നമ്മൾ ബോച്ചെ ടി വിൽക്കുമ്പോഴാണ് സൗജന്യമായിട്ട് ലക്കി ഡ്രോ കൂപ്പൺ നൽകിയിരുന്നത്. ഇപ്പൊ സ്വർണം ഡയമണ്ട് വാങ്ങുമ്പോഴും നിങ്ങൾക്ക് അത് റെഡി ക്യാഷ് ആയിട്ട് വാങ്ങുകയാണെങ്കിലും പിന്നെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചിട്ട് വാങ്ങുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടും. ദിവസേന രാത്രി 10:30-ക്കാണ് നറുക്കെടുപ്പ്. കാറ്, ഫ്ലാറ്റ്, 10 ലക്ഷം, ഐഫോൺസ്, ഒരുപാട് സമ്മാനങ്ങളാണ് പല ദിവസങ്ങളിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 24 കോടി രൂപയിലധികം സമ്മാനം കൊടുത്തു കഴിഞ്ഞു. 11 ലക്ഷത്തോളം പേർക്ക് സമ്മാനങ്ങൾ നൽകി കഴിഞ്ഞു, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ആ അവസരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50%. കാറ്, അതുപോലെ ബൈക്ക്, ഒരുപാട് പുതിയ സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ പ്രത്യേകം നന്ദി, ഈ വയനാടിന് വേണ്ടി ഒരുപാട് പേര് അവരെ കൊണ്ട് കഴിയാവുന്ന സഹായം നൽകി
കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ നിങ്ങൾ നൽകണം. കൊടുത്തിട്ട് ആരും നശിച്ചിട്ടില്ല. നമ്മൾ പാവങ്ങളെ സഹായിച്ച് അവർക്ക് ചാരിറ്റി ചെയ്തുകൊണ്ട് ഒരാളെങ്കിലും ലോകത്തിൽ നശിച്ചിട്ടില്ല. അതിനൊക്കെ സന്തോഷവും സമാധാനവും സമ്പത്ത് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഫെസ്റ്റിവൽ ആഘോഷങ്ങളൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ആഘോഷത്തിന്റെ ഫണ്ടും അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകം പിന്നെ മറ്റൊരു വിഷമം, നമ്മുടെ മൈസൂർ ജ്വല്ലറിയിൽ ഉള്ള സ്റ്റാഫിന്റെ ഫാദർ, മദർ, 9 പേരെല്ലാവരും മരണപ്പെടുകയുണ്ടായി. ഞാൻ ആ ക്യാമ്പ് വിസിറ്റ് ചെയ്തപ്പോ എന്റെ സ്റ്റാഫ് അവിടെ ഉണ്ടായിപ്പോയി. അതിലൊക്കെ നമ്മൾ അതിന്റെ വിഷമം രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും വലിയ വിഷമം ഉണ്ടായത്, ഒരു ചെറിയ കുട്ടി ഞാൻ പോവാൻ നിൽക്കുമ്പോൾ എന്റെ കൈ പിടിച്ചു കൂടെ വരാൻ. അപ്പോ ഞാൻ അന്വേഷിച്ചപ്പോ ആ കുട്ടിയുടെ എല്ലാവരും മരിച്ചുപോയി. അത് ഒറ്റപ്പെട്ട ഒരു കുട്ടി, 5-6 വയസ്സുള്ള ഒരു കുട്ടിയാണ്. എനിക്ക് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ നിയമം അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് വേണം, കടലാസുകളൊക്കെ റെഡിയാക്കിയിട്ട് വേണം. കാരണം എന്ത് നല്ല ചെയ്താലും വിവാദമാവുമല്ലോ. അതുകൊണ്ട് അവർ ഏറ്റെടുക്കാൻ വീണ്ടും ഞാൻ പോകുന്നുണ്ട്. കളക്ടറുടെ അടുത്ത് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാവരും ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. അവരവർക്ക് പറ്റാവുന്നവരൊക്കെ ഏറ്റെടുക്കുക. നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് വീട്ടില് ഇങ്ങനെ പലരും ചിലപ്പോൾ ഒരു കുട്ടികളുണ്ടാവും, അല്ലെ അങ്ങനെ ഒരുപാട് പിള്ളേരെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മൾ അവർക്ക് കൂട്ടിക്കൊണ്ടുപോകാം, നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. പല രീതിയിൽ ഒക്കെ ആയിട്ട് നമുക്ക് അവരെ സഹായിക്കാം. അപ്പോൾ താങ്ക് യു വെരി മച്ച് വൺസ് അഗെയിൻ. സോ the world with love you everybody around. തീർച്ചയായിട്ടും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മീഡിയയ്ക്കും, അത് പ്രിന്റ് മീഡിയ ആണെങ്കിലും അതുപോലെ മൂവിംഗ് ചാനൽസ് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തികൾ, പഞ്ചായത്ത്, പൊളിറ്റീഷ്യൻസ് ആൻഡ് അതർ ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഹു സപ്പോർട്ടഡ് us. താങ്ക് യു വെരി മച്ച്. പുറത്തേക്ക് വരുന്നുണ്ട് കുറെ പേര് ബോച്ചെട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ആ ബോച്ചെട്ടിക്കൊപ്പം ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട്. ചിലവർ അത് ഒന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കരുത്. കൂപ്പൺ എടുത്ത് QR കോഡ് സ്കാൻ ചെയ്താലാണ് ടിക്കറ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ഫ്രീ ആയിട്ട് വരും. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പലരും 40 രൂപയ്ക്ക് ഓൺലൈനിൽ ബോച്ചെട്ടി വാങ്ങിയിട്ട് ബോച്ചെട്ടി കിട്ടിയില്ല എന്ന് പരാതിയുണ്ട്. അതിന് കാരണം 40 രൂപ കൊടുത്ത് നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ ലോജിസ്റ്റിക്സിന് ഹോം ഡെലിവറിക്ക് ആ കമ്പനിക്ക് വേറെ അത് അയക്കാനുള്ള പൈസയും കൂടി കൊടുത്താലേ വീട്ടിലെത്തുള്ളൂ. അതറിയാത്തതുകൊണ്ടായിരിക്കാം പലർക്കും അങ്ങനെ ഒരു പരാതിയുണ്ട്. താങ്ക് യു വെരി മച്ച്. അപ്പൊ പുറത്തേക്ക് വരുമ്പോ ചായപ്പൊടി തരുന്നതായിരിക്കും ഫ്രീ ആയിട്ട് വിത്ത് കൂപ്പൺ. എല്ലാ സ്റ്റോൺസും നമുക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഇതിന്റെ സ്റ്റോൺസ് നമുക്ക് മാറ്റിയിടാം. റൂബി, എമറാൾഡ്, ഡ്രസ്സിന്റെ കളറിനനുസരിച്ചിട്ട് ഇതിന്റെ സ്റ്റോണുകളൊക്കെ റൂബി ഇതൊക്കെ കളർ നമുക്ക് മാറ്റിയിടാവുന്ന, അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആണ്. വെരി 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 ന്യൂ കളക്ഷൻ. രണ്ട് അസെറ്റാണ്, ഇതൊരു അസെറ്റാണ്, ഇത് അതിൽ കൂടിയ അസെറ്റാണ്. സൂപ്പർ. അൺകട്ട് ആൻഡ് നാച്ചുറൽ റൂബി ഫോട്ടോയാണ്. അതെ, ഒരു യോഗി അനീഷ് ഭായ് അവിടെ റെഡി അല്ലേ തന്നെ? അങ്ങനെ ഒരു ഭാഗ്യം. അടിപൊളിയാണ്. എന്താന്ന് വെച്ചാല് ഇവിടെ നിൽക്കുമ്പോ മാലയുടെ ഫ്രണ്ട് മാത്രമേ കാണുള്ളൂ. ഫ്രണ്ടിന്റെയും ബാക്കിന്റെയും ഭംഗി കാണണമെങ്കിൽ ഒന്നുകൂടി വേണം. പതുക്കെ സ്ലോ മോഷനില്.
ആ ഒരു ഹിയറിംഗിൽ ശരിക്കും രണ്ടുപേരും ഇവിടെയാണ് അവിടെ നിന്ന് ക്രൗഡ് വരും നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കാനല്ലേ നിന്നെടുക്കാൻ അത് പുറത്തേക്ക് എല്ലാവർക്കും ഒരു ഗ്രൂപ്പിലേക്ക് അപ്പോൾ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ യൂണിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ തത്സമയം കണ്ട ആയിരക്കണക്കിന് പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. എന്തായാലും ആലക്കോട് കുതിക്കുകയാണ്. മലയോര മേഖലയിലെ ഈ ആലക്കോട് ടൗണിൽ എന്നും ഈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി തിളങ്ങി നിൽക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.